അങ്ങനത്തെ ഒരു വാഹനമാണ്. ഇത് കേരള രജിസ്ട്രേഷൻ ഓൾറെഡി ആക്കിയതാണ്. തിരുവനന്തപുരം വരെ നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്. അവരെ വീട്ടിൽ ചെന്നിട്ട് ഇതിന് വേണ്ട സർവീസ് കാര്യങ്ങൾ. മൈലേജ് ഡീസൽ ആയതുകൊണ്ട് തന്നെ പെട്രോൾ ആണെങ്കിൽ 10-12 മൈലേജ് കിട്ടും. ഇത് 16-17 മൈലേജ് കിട്ടും. ഓടാനുള്ള ടയറും നമുക്ക് ഇതിൽ കാണാൻ പറ്റും കേട്ടോ. സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രോണിക്കലാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഉണ്ടോ ബട്ടണ്, ഒരു ബട്ടണിൽ നമുക്ക് ഇങ്ങനെ പൊക്കിക്കൊണ്ട് 2000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഡീസലാണല്ലോ, അത്യാവശ്യം ഓടും. പിന്നെ മൈലേജ്. ഫ്രണ്ട്സ്, റാസി കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പ്രത്യേക തരം ഡീസൽ വാഹനമായിട്ടാണ്. നമ്മൾ ഡീസൽ വാഹനം മോഡൽ കുറഞ്ഞ വാഹനങ്ങൾ നമ്മൾ അധികം കാണിച്ചിട്ടില്ല. പെട്രോൾ വാഹനങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത് മോഡൽ കുറഞ്ഞതിൽ. കൂടിയതിൽ നമ്മൾ ഡീസൽ വെക്കലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്തൊരു വാഹനമാണ്. മെഴ്സിഡീസ് ബെൻസിൻ്റെ C220 CDI ഡീസൽ വാഹനമാണ്. സൺറൂഫ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഒരു ഗ്ലാസ് പോലും റീപ്ലേസ്മെൻ്റ് ഇല്ല. അങ്ങനത്തെ ഒരു വാഹനമാണ്. ഇത് കേരള രജിസ്ട്രേഷൻ ഓൾറെഡി ആക്കിയതാണ്. മുമ്പ് പുറത്തെ വണ്ടിയായിരുന്നു, ഇങ്ങോട്ട് രജിസ്ട്രേഷനൊക്കെ ചെയ്ത് ടാക്സൊക്കെ അടച്ച് പുതിയ ഇൻഷുറൻസൊക്കെ വെച്ചിട്ടുള്ളൊരു വാഹനമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, പേപ്പർ, മറ്റു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ലൊക്കേഷൻ വരുന്നത് എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറില്ല. അപ്പോൾ നമ്മൾ കുറച്ചായി പറഞ്ഞിട്ട് നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ അറവങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോഴിക്കോട് നിന്ന് വരുന്ന ആൾക്കാർക്ക് കൊണ്ടോട്ടി എയർപോർട്ടൊക്കെ കഴിഞ്ഞ് ഒരു 10-12 കിലോമീറ്ററും, പാലക്കാട് തൃശ്ശൂർ അവിടെ നിന്ന് വരുന്നവർക്ക് മലപ്പുറം ടൗൺ കഴിഞ്ഞ് കോഴിക്കോടേക്ക് വരുന്ന റൂട്ടിൽ ഒരു 6-7 കിലോമീറ്റർ ഓടിയാൽ നമ്മളെ ലൊക്കേഷനിലെത്തും. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഈ പ്രീമിയം വാഹനങ്ങൾ ആണ് സെയിൽ ചെയ്യുന്നതല്ലോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഇതിന് ഒരുപാട് സംശയങ്ങൾ, ഇതിൻ്റെ സ്പെയർ എവിടെ ലഭിക്കും, മെയിൻ്റനൻസ് താങ്ങോ, എങ്ങനെ മൈലേജിൻ്റെ കാര്യം, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോയിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ എക്സ്ട്രാ ഒരു സർവീസ് കൊടുക്കുന്നത് നമ്മളുടെ നിന്ന് വാങ്ങുന്ന ആൾക്കാർക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ മെയിൻ്റനൻസോ വരികയാണെങ്കിൽ നമുക്ക് തന്നെ ഇവിടെ വർക്ക്ഷോപ്പ് മെക്കാനിക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ അവരെ വീട്ടിൽ, ഇപ്പോൾ കോട്ടയം, തൃശ്ശൂർ, തിരുവനന്തപുരം വരെ നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്. അവരെ വീട്ടിൽ ചെന്നിട്ട് ഇതിന് വേണ്ട സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടത്തിൽ പിന്നീട് ഫ്യൂച്ചറിൽ എവിടെയും കൊണ്ടുപോയി ചെയ്യാം സർവീസ്. പക്ഷേ അവർക്ക് നമ്മളെ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നിട്ട് ചെയ്തു കൊടുക്കും. അപ്പോൾ അതിൻ്റെതായുള്ള കോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്യൂച്ചറിലുള്ളത് നമുക്ക് ഈടാക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതുപോലെ സ്പെയറൊക്കെ നമ്മൾ ഡൽഹിയിൽ നിന്ന് നേരിട്ട് എത്തിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകൾ, പ്രൈസിലുള്ള കുറവ് കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നമ്മൾ അങ്ങനെ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റമറായിട്ട് മുൻകൂട്ടി സംസാരിച്ച് അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട്, അപ്പോൾ ഇങ്ങനെ ഒരു സർവീസ് കൊടുക്കുന്നുണ്ട് നമ്മൾ ജസ്റ്റ് യൂട്യൂബിൽ നമ്മൾ പബ്ലിഷ് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ് നോക്കാം. ഇത് 2009 മോഡൽ 9 രജിസ്ട്രേഷൻ വരുന്ന മെഴ്സിഡീസ് ബെൻസിൻ്റെ C ക്ലാസ്സിൽ ഒരുപാട് വണ്ടികൾ വിറ്റഴിച്ചൊരു മോഡലാണ് മെഴ്സിഡീസ് ബെൻസിൻ്റെ C ക്ലാസ്. ഇതെന്ന് വെച്ചാൽ ചെറിയൊരു വാഹനമാണ്, എന്നാൽ പിന്നെ നല്ലൊരു യൂസ് ചെയ്യും, നല്ല മൈലേജ്. ഡീസലായതുകൊണ്ട് തന്നെ പെട്രോൾ ആണെങ്കിൽ 10-12 മൈലേജ് കിട്ടും. ഇത് 16-17 മൈലേജ് കിട്ടും. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. പിന്നെ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെയാണ് ഉള്ളത്. നമുക്കൊന്നുകൂടി വിശദമായിട്ട് നോക്കാം. ഇത് ബോണറ്റ് ഭാഗങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഉള്ളത്. പിന്നെ ഗ്രില്ല് നമ്മൾ പുതിയ മോഡൽ ചെയ്തിട്ടുണ്ട്. സാധാരണ ഇതിന് ക്രോമിയത്തിൽ വരുന്ന, ഫുൾ ക്രോമിയത്തിൽ വരുന്നൊരു പഴയ മോഡൽ ഗ്രില്ലാണ് വരിക. ഇത് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ഷേപ്പായി തോന്നും നമുക്ക്.
പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ ടയർ ഭാഗം നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 95% ടയറുണ്ട്. അപ്പോൾ എടുക്കുന്ന കസ്റ്റമറിന് ഒരുപാട് കാലത്തേക്കുള്ള ഓടാനുള്ള ടയറും നമുക്കിതിൽ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ സൈഡ് പ്രൊഫൈൽ കാര്യങ്ങൾ ഡോറ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണുള്ളത്. പിന്നെ 2009 വാഹനമാണ്. കസ്റ്റമർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെറിയ രീതിയിലൊക്കെ റീപെയിൻറ്റോ സ്ക്രാച്ചസ് ഒക്കെ ഉള്ളത് കാരണം നമ്മൾ റീപെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഫുള്ളി ഒറിജിനൽ പെയിൻ്റ് ആണെന്നൊന്നും നമുക്ക് അവകാശം അതില്ല. കാരണം എന്തായാലും ഇപ്പോൾ പഴക്കമുള്ള 15 വർഷമായി തുടങ്ങി. പക്ഷെ വണ്ടി ഹൈ ക്വാളിറ്റിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയിലാണ്. അങ്ങനെ മോശം രീതിയിൽ എന്തെങ്കിലും കച്ചവടത്തിനുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയാം. അപ്പോൾ ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണുള്ളത് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ. പിന്നെ ബാക്ക് ഭാഗം നോക്കുമ്പോൾ നമുക്കിവിടെ C220 എന്ന ഡിക്കിയിൽ എഴുതിയിട്ടുണ്ട്. ഇത് സി എന്ന് പറയുന്നത് C ക്ലാസ്സിനെ സൂചിപ്പിക്കുന്നത്. 220 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡീസലാണോ പെട്രോളാണോ. അതേപോലെ CDI എന്ന് പറഞ്ഞാൽ ഡീസലാണ്. CGI എന്ന് പറയുമ്പോൾ പെട്രോളാണ്. കോംപ്രസർ പറഞ്ഞൊരു മോഡലുണ്ട്, അതും പെട്രോളാണ്. പിന്നെ ഇതിൽ തന്നെ 200, 220, പിന്നെ 250 എന്നുള്ള മോഡലുകളൊക്കെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. പുറം രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഇതിൻ്റെ, ഇപ്പോൾ ഗൾഫിലൊക്കെ നമുക്ക് ഇതിന് 300, ഞാൻ ഗൾഫിലൊക്കെ 300 ഓടിച്ചിട്ടുണ്ട്. ഇതിന് 300 വരെ ഉണ്ട്, 350 ഉണ്ട്. റയറാണ്, V6 എഞ്ചിനൊക്കെ വരുന്നതാണ്. അപ്പോൾ പിന്നെ വേറൊരു എംബ്ലം വരുന്നുണ്ട്. അങ്ങനെ മെർസിഡീസ് ബെൻസിനെ കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം. നമുക്ക് വീഡിയോയിൽ മുമ്പൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ മുന്നത്തെ വീഡിയോകളൊക്കെ ഒന്ന് ജസ്റ്റ് കസ്റ്റമേഴ്സ് നോക്കുക. നമ്മൾ പ്രീമിയം കാർ തന്നെ കൂടുതൽ 98% പ്രീമിയം കാർ ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസ് മുൻപത്തെ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ലൈറ്റുകളൊക്കെ കാര്യങ്ങൾ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണുള്ളത്. സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണുള്ളത് കേട്ടോ. സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഇലക്ട്രോണിക്കലാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഉണ്ടോ ബട്ടണ്, ഒരു ബട്ടണിൽ നമുക്ക് ഇങ്ങനെ പൊക്കി കൊണ്ടുവരാം. സീറ്റ് പൊങ്ങുന്നുണ്ടോ. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ചാര് നമുക്ക് പൊക്കി കൊണ്ടുവരാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇലക്ട്രോണിക്കലാണ് എല്ലാം വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ചുകൂടി പൊക്കണമെങ്കിൽ ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഓപ്ഷന് കൊടുത്തിട്ടുണ്ട് കമ്പനി. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കീ ഇതിലെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടില്ല, ഇതുപോലുള്ളൊരു കീ ആണ് ഇതിന് വരുന്നത്. അതായത് ഇൻസേർട്ട് ചെയ്യുന്നത്. സാധാരണ അങ്ങനെയുള്ളൊരു ഇതല്ല. പിന്നെ വെച്ചാൽ ഇതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആയിരിക്കും, അതുമല്ല ഇത് ഈ ഒരു ടൈപ്പ് കീ ആണ്. നമുക്ക് ഡിക്ക് ഇതിൽ തന്നെ തുറക്കാം. പിന്നെ ലോക്ക് അൺലോക്ക് ഇങ്ങനെ വരുന്നത്. ഇത് ഇതിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്ന രൂപത്തിലാണ്. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ തിരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രൂപമാണ്. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, എന്നാലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ഹാൻഡ് ബ്രേക്ക് വരുന്നത് ഒരുപാട് വണ്ടികൾക്ക് ഇങ്ങനെ പൊക്കലാണ്. ബെൻസിലാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ചവിട്ടുന്നുണ്ട്. ഇവിടെ താഴത്തേക്ക് ക്യാമറ കൊണ്ടുപോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഉണ്ടോ ഒരു ലിവർ, ഇത് ലിവറിൽ ഇങ്ങനെ ചവിട്ടിയിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് കാണിക്കും. ഇതിൽ നമുക്കിങ്ങനെ പൊക്കിയാൽ ഇനി താഴത്തോട്ട് കാണിക്കും. ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ താഴത്തോട്ട് വരുന്ന രൂപത്തിലാണ്. ഒന്നുകൂടി കാണിക്കാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്. ഓക്കെ, ഇൻറ്റീരിയർ ഭാഗം പരിശോധിക്കുമ്പോൾ ഫുൾ നീറ്റാണ്. ബ്ലാക്ക് കളർ ഇൻറ്റീരിയറാണ്. മാത്രമല്ല ഇത് നല്ല ക്വാളിറ്റിയിൽ ഒരാൾ ഉപയോഗിച്ച വാഹനം പോലെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇതിന് കിലോമീറ്റർ വരുന്നത് 92,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഡീസലാണല്ലോ, അത്യാവശ്യം ഓടും. പിന്നെ മൈലേജ് ഉള്ള കാരണം തന്നെ. അപ്പോൾ വണ്ടി നല്ല ഇൻറ്റീരിയറൊക്കെ നോക്കുമ്പോൾ സ്റ്റാറിങ് ചെറിയ കവർ ഇട്ടിട്ടുണ്ട് കസ്റ്റമർ. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചൊക്കെ ഇവിടെയാണ്. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഓൾറെഡി. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകും. ഒന്നാമത് ഭയങ്കര ചൂട് കണ്ടീഷൻ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ നമുക്ക് ചെയ്യാനുള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഷോർട്ടാക്കി പറയുന്നത്. കസ്റ്റമർക്ക് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. പിന്നെ സ്റ്റീരിയോ ഇവിടെയാണ് വരുന്നത്. പിന്നെ AC ഡുവൽ കൺട്രോൾ, ഡുവൽ ടോൺ AC ആണ്. ഇതിൻ്റെ ACയുടെ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ ബാക്കിൽ കർട്ടൺ ഉണ്ട് നമുക്ക്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഗിയറിൻ്റെ പൊസിഷൻ ഇവിടെയാണ്. ഇവിടെ ഗ്ലോബ് ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ബോക്സ് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ കാണുന്നത്. ഇതിൻ്റെ എല്ലാ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ടയർ ഭാഗമൊക്കെ ഫുൾ 95% ടയറുണ്ട് ഈ വണ്ടിക്ക്. പിന്നെ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ഒന്നുകൂടി പറയാം. ഇത് 3rd ഓണർഷിപ്പിൽ വരുന്ന കേരള രജിസ്ട്രേഷൻ ആക്കിയതാണ്. ടാക്സ് ഒക്കെ അടച്ചിട്ട് എല്ലാം ക്ലിയർ ആക്കിയ വാഹനമാണ്. KL 84 നമ്മൾ രജിസ്ട്രേഷൻ ഇവിടെ ചെയ്തു. പിന്നെ മിററോ മറ്റോ ഒന്നും റീപ്ലേസ്മെൻ്റ് ഇല്ലാത്തൊരു ഹൈ ക്വാളിറ്റി ഡീസൽ വാഹനമാണ്. നമുക്കതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 16-17 കിലോമീറ്റർ നമുക്ക് മൈലേജ് ലഭിക്കും. ഓട്ടോമാറ്റിക്കലാണെന്ന് ഓർക്കണം. ഓട്ടോമാറ്റിക്കിന് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യൻ നിർമ്മിക്കുന്ന വണ്ടികൾ, മാരുതിയുടെ വണ്ടികൾ. ഇപ്പോൾ ടയോട്ട ആണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്കൊക്കെ ഒരു 10-12 കിലോമീറ്റർ മൈലേജ് ആണ് പൊതുവേ ലഭിക്കാറ്. നേരെ മറിച്ചത് ബെൻസാണ്. അതിൻ്റെ പ്രീമിയം കാറുകളായതുകൊണ്ട് തന്നെ ബെൻസിൻ്റെ ഒരു സൗകര്യങ്ങളും പ്ലസ് ഡീസലിൽ 16-17 കിലോമീറ്റർ മൈലേജ് പ്ലസ് ഓട്ടോമാറ്റിക് വാഹനം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില ഓൾറെഡി രജിസ്ട്രേഷൻ ഫീസ് എല്ലാം അടച്ച് ടാക്സ് അടച്ച് കഴിഞ്ഞ വാഹനമാണ്. 5,85,000 രൂപയാണ് നമ്മളിതിന് പ്രതീക്ഷിക്കുന്ന വില. ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും.
അപ്പോൾ വേണ്ട ആൾക്കാരൊക്കെ വിളിക്കുക. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം വീഡിയോസിലൊന്നും നമ്മളിതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാര്യങ്ങളൊന്നും പറയാറില്ല, ജസ്റ്റ് ഷോർട്ടായിട്ടാണല്ലോ ഇടാറ്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്താ പ്രൈസ് മറ്റുള്ള ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സെപ്പറേറ്റ് യൂട്യൂബിൽ തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ വണ്ടികളും വീഡിയോ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയാത്തത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ചാനൽ മൊബൈലിലേക്ക് നമ്മൾ ഓരോ വീഡിയോസും വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടും. അതേമാതിരി നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കയറി നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ, താങ്ക് യു.